Maria. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ തിങ് ആണ്. നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്ഥലം കാണുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, അതിനെപ്പറ്റി പറയുന്നു. ബട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് വർഷങ്ങൾ മുമ്പ് നമ്മൾ പോയ സ്ഥലത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അധികമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഫോട്ടോസേ ഉള്ളു. എന്തായാലും കണ്ടുപോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഉക്രൈനിൽ പോയ കുറച്ച് അനുഭവങ്ങളാണ്. ഇത് ഫസ്റ്റ് ട്രാവൽ, ഐ മീൻ ലോങ് ട്രാവൽ. ഫസ്റ്റ് ടൈം നമ്മൾ പ്ലാൻ ചെയ്തത് ഉക്രൈനിലോട്ടായിരുന്നു. അപ്പം ഉക്രൈനിൽ പോയപ്പോൾ നമുക്ക് ആക്ച്വലി പോകുന്ന സമയത്തൊരു പേടിയാണ്, എങ്ങനെയായി പോവുക അല്ലേ, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ. പഠിക്കാൻ നോക്കിയപ്പോഴേ ആരും കേട്ടിട്ടില്ല സ്ഥലം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് വേറെ സ്ഥലമില്ല, ഈ ഉക്രൈനിൽ പോണേ എന്തിനാ. എനിവേ നമ്മൾ പോയി, അതൊരു എന്താ അടിപൊളി ട്രിപ്പായിരുന്നു. ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരു ട്രിപ്പായിരുന്നു. അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി അതുവരെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ ഒന്നും ചെയ്തു, പക്ഷെ അത് വെച്ചാണ് നമ്മൾക്ക് അരവായി തുടങ്ങിയത്. പോയത് ഇവിടുന്ന് ഷാർജയിൽ നിന്നാണ്. ഇവിടുന്ന് പോകുന്ന നമ്മളെ ഇന്ത്യൻസിന് വിസ ഓൺ അറൈവലാണ്. പക്ഷെ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യണം, ഓൺലൈനിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അത് പ്രിന്റ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെന്ന് വിസ കിട്ടി. പക്ഷെ ഇപ്പം അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിസ എടുത്തിട്ട് തന്നെ ഇവിടുന്ന് പോകണമെന്ന് തോന്നുന്നു. ഒരു വണ്ടർഫുൾ സൈറ്റാണ്, പറയാതിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഐസും സ്നോയും ഒക്കെ നേരിട്ട് കാണുന്നത്. എല്ലാ മൂവീസ് കണ്ടിട്ടുള്ളതെന്നല്ല, അവർക്ക് നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ടച്ച് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഷാർജയിൽ നിന്ന് ആദ്യം പോയത് കീവിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഐസാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒഡേസ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അവിടെ 3 ദിവസം നിന്നു, തിരിച്ചു കീവിലോട്ട് വന്നു. പിന്നെ കീവിൽ നമ്മൾ തിരിച്ചു വന്നു. മൊത്തം നമ്മള് 7 days ഉണ്ട് അല്ലേ? അതായത് 2017 സെയിം ടൈം. അത് നമ്മളെ FB പേജിൽ ഇങ്ങനെ മെമ്മറി ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ നമ്മൾ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് താഴോട്ട് നോക്കിയപ്പം കംപ്ലീറ്റ് വൈറ്റ് കളറിൽ കിടക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഐസൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഷർണിയുടെ അടുത്ത് പറഞ്ഞു, താഴെ മൊത്തം ഉപ്പാണ് കേട്ടോ, കംപ്ലീറ്റ് ഉപ്പിന്റെ പരിപാടിയാണ്. കംപ്ലീറ്റ് ഉപ്പുപാടമാണ്. താഴെ ചെന്നപ്പോഴല്ലേ, ലാൻഡ് ചെയ്തപ്പോഴല്ലേ മനസ്സിലായത് മൊത്തം ഐസായിരുന്നു. നമ്മൾ അവിടെ കീവിൽ സ്റ്റേ ചെയ്തത് പ്രീമിയർ റെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു. അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു തന്നെ ഒരു വൈഡ് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ചുറ്റുപാടും നോക്കിയാൽ ലൊക്കേഷനും എല്ലാം ഫോട്ടോസിന് വേണ്ടിയുള്ള സ്പോട്സ് അടിപൊളിയായിരുന്നു. ദെൻ ആരെങ്കിലും കീവിൽ പോകുന്നുണ്ടെങ്കിൽ വിൽ ഷുവർലി സജസ്റ്റ് പ്രീമിയർ റസ്. നമ്മൾ ഊബറിലായിരുന്നു കംപ്ലീറ്റ് എടുത്ത് പോകുന്നത്. പക്ഷെ റേറ്റൊക്കെ വളരെ കുറവാട്ടോ. അവിടെ ഫുഡിനും നമ്മൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഊബറിനും ഒരു ചെറിയ എമൗണ്ടേ ആവത്തുള്ളായിരുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യും, സംഭവം വരും, നമുക്ക് എവിടെ പോകണം അവിടെ കൊണ്ടാകും. വളരെ എളുപ്പമായിരുന്നു. ഇത് അവിടുത്തെ സ്റ്റുഡൻസ് ആണ്, അവരുടെ പാർട്ട് ടൈം ജോബാണിത്. ഫോട്ടോ എടുക്കുന്നതിന് ചാർജ് ഉണ്ടെന്ന് നമ്മൾ പിന്നീടാണ് അറിഞ്ഞത്. അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട്. ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അത് നമുക്ക് വളരെ ഈസി ആയിരുന്നു. നമ്മൾ മലയാളം പറയും, അവിടെ അവർക്കുള്ള ഭാഷ പറയുമായിരുന്നു. വളരെ എളുപ്പമായിരുന്നു. The Golden Gate of Kyiv is the main gate of Kyiv from 11th century. It is named as an imitation of Golden Gate of Constantinople. കീവ് ടു ഒഡേസ ട്രെയിനിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എസ്പെഷ്യലി അവർക്കുള്ള കോഫി. ഒഡേസ ഉക്രൈൻ്റെ 3rd മോസ്റ്റ് പോപ്പുലസ് ആയ സിറ്റിയാണ് ഒഡേസ. അർക്കാഡിയ ബീച്ചും ബ്ലാക്ക് സീയും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസും കൂടെയാണ് ഒഡേസ. ദ ബ്ലാക്ക് സീ is bordered by Bulgaria, Georgia, Romania, Russia, Turkey and Ukraine. This Potemkin stays the symbol of Odessa. അതുപോലെ തന്നെ നമുക്കിവിടെ അതിമനോഹരമായ ഒരുപാട് പാർക്കുകൾ കാണാൻ പറ്റും. The Motherland Monument, Motherland statue devoted to the Great Patriotic War in Kyiv. The statue, located in Victory Park, commemorates the Soviet victory over Nazi Germany and is a focal point in Kyiv.
ഒരുപാട് എൻജോയ് ചെയ്തത് ഇവിടുത്തെ വെറൈറ്റി ഓഫ് ഫുഡാണ്. എക്സ്പെഷ്യലി ചിക്കൻ കീവ്. അത് ഏട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷായിരുന്നു ഇവിടുത്തെ. ഇവിടെ വരുന്നവരെ അത് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ട് ഒരുപാട് മെമ്മറീസുമായി വി ആർ ബാക്ക് ടു UAE. നമ്മുടെ ഈ കൊളാജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ ശരണ്യ അരുൺ signing off from Ukraine experiences.